1200 ഡിഗ്രി ചൂടുള്ള തീച്ചൂളയ്ക്ക് മുന്നിൽ വിയർത്തൊലിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ ഉത്തർപ്രദേശിലെ ഫിറോസാബാദിൽ കാണാം. ഇന്ത്യയുടെ ഗ്ലാസ് സിറ്റി എന്നറിയപ്പെടുന്ന ഇവിടം മുഗൾ കാലഘട്ടം മുതൽ തലമുറകളായി കൈമാറി വരുന്ന ഒരു കലയുടെ കേന്ദ്രമാണ് കണ്ണഞ്ചിപ്പിക്കുന്ന കുപ്പിവളകൾ. ഓരോ വളയും വെറുമൊരു അലങ്കാരമല്ല, ഒരു കലാകാരന്റെ അധ്വാനത്തിന്റെയും തീക്ഷ്ണമായ ജീവിതത്തിന്റെയും പ്രതിഫലനമാണ്. എന്നാൽ നൂറ്റാണ്ടുകളുടെ ഈ പൈതൃകം ഇന്ന് കനലുകളിൽ എരിഞ്ഞു തീരുകയാണോ? ഒരു കാലത്ത് ഇന്ത്യയുടെ കുപ്പിവള ഉൽപാദനത്തിന്റെ 70% ഇവിടെ നിന്നായിരുന്നു. പക്ഷെ ഇന്ന് സ്ഥിതി അതല്ല. താജ്മഹലിന്റെ സംരക്ഷണത്തിനായി കൽക്കരിയിൽ നിന്ന് പ്രകൃതിവാതകത്തിലേക്ക് മാറിയപ്പോൾ വർദ്ധിച്ചു വന്ന ഉൽപാദന ചെലവ്, നോട്ട് നിരോധനം, GST ഇതെല്ലാം ഈ വ്യവസായത്തെ തളർത്തി. ലോകം യന്ത്രവൽക്കരണത്തിലേക്ക് കുതിക്കുമ്പോഴും ഫിറോസാബാദ് ഇപ്പോഴും കൈത്തഴമ്പിന്റെ കരുത്തിനെ മാത്രമാണ് വിശ്വസിക്കുന്നത്. ഡിജിറ്റൽ യുഗത്തിൽ കാലഹരണപ്പെട്ട ഒന്നായി ഈ പാരമ്പര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. വിപണിയിലെ മാറ്റങ്ങളും ഇവർ നേരിടുന്ന വലിയ വെല്ലുവിളി തന്നെയാണ്. ലോഹവളകളുടെയും ലംഘുവളകളുടെയും വരവോടെ കുപ്പിവളകളോടുള്ള പ്രിയം ആളുകൾക്ക് കുറഞ്ഞു. വരുമാനം വർദ്ധിച്ചതോടെ ആളുകൾ സ്വർണത്തിലേക്കും വെള്ളിയിലേക്കും തിരിഞ്ഞു. ആധുനികവൽക്കരണത്തിന്റെ അഭാവവും മതിയായ മാർക്കറ്റിംഗ് ലഭിക്കാത്തതും ഈ വ്യവസായത്തിനെ അനാഥമാക്കി. 120 യൂണിറ്റുകളിൽ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ന് സജീവമായി പ്രവർത്തിക്കുന്നത്. ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവന മാർഗം കൂടിയാണ് ഇവിടെ വഴിമുട്ടുന്നത്. പല വർണ്ണങ്ങളിൽ തിളങ്ങുന്ന ഈ വളകൾ യഥാർത്ഥത്തിൽ ഒരു സംസ്കാരത്തിന്റെ അടയാളമാണ്. ഗ്ലാസിന്റെ തിളക്കവും വ്യക്തതയും യന്ത്രങ്ങൾക്ക് ഒരിക്കലും പകരം വെക്കാനാവില്ല. ഫിറോസാബാദിന്റെ ഈ കുപ്പിവളയുടെ പൈതൃകം ചരിത്രത്തിന്റെ ഏടുകളിൽ ഒതുങ്ങണോ, അതോ പുതിയ തലമുറ ഇതിനെ ഏറ്റെടുക്കണോ? ഈ കലയെ സംരക്ഷിക്കാൻ ഇനിയും വൈകിയാൽ വരും തലമുറകൾക്ക് ഫിറോസാബാദിന്റെ ഈ തിളക്കം ഓർമ്മകളിൽ മാത്രം തിരയേണ്ടി വരും.